ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായം അതിന്റെ 2 വാക്യം. മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. യെരുശലേമിൽ വെച്ച് ജനക്കൂട്ടത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പട്ടാളത്തിന്റെ പിടിയിലായ പൗലോസ് അപ്പോസ്തലൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടം മുഴുവൻ പൗലോസിനെ എതിർത്തിട്ടും അദ്ദേഹം തന്റെ വിശ്വാസ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ബന്ധനസ്ഥനായ പൗലോസിനെതിരെ അന്യായം ബോധിപ്പിച്ച ക്രൂരനും മഹാപുരോഹിതനുമായിരുന്നു അനന്യാസ്. മറ്റു 2 വ്യക്തികൾക്ക് കൂടെ വേദപുസ്തകത്തിൽ അനന്യാസ് എന്ന പേരുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പഠിച്ചതുമാണ്. ഇന്ന് മഹാപുരോഹിതനായ അനന്യാസിനെ കുറിച്ച് അല്പമായി ചിന്തിക്കാമെന്നത്രേ കരുതുന്നത്. ഒന്നാമതായിട്ട്, അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന അനന്യാസ്. അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായം 1, 2 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ന്യായാധിപ സംഘത്തെ നോക്കിയിട്ട് ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് പറയുന്ന കാര്യമാണ് അവന്റെ വായ്ക്ക് അടിക്കുക എന്ന് കൽപ്പിച്ചു. ഇവിടെ തൻ്റെ മഹാപുരോഹിത സ്ഥാനം ഉപയോഗിച്ച് അദ്ദേഹം അധികാരം ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിയമവിരുദ്ധവും ദുഷ്ടതയേറിയതുമായ പ്രവൃത്തികൾ ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന മഹാപുരോഹിതനായിട്ട് നമുക്ക് അനന്യാസിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അധികാരങ്ങൾ സ്വാർത്ഥതയ്ക്കും ലാഭത്തിനുമായി ഉപയോഗിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. ഏത് അധികാരമാണെങ്കിലും അത് നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതത്തിന് അനുയോജ്യരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, മഹാപുരോഹിതനായിരുന്നിട്ടും ദൈവഭക്തി ഇല്ലാത്ത ജീവിതം നയിക്കുന്ന അനന്യാസ്. ദൈവഭക്തി ഇല്ലാത്ത ജീവിതം നയിച്ച മഹാപുരോഹിതനെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് വെള്ള തേച്ച ചുവരെ എന്നാണ്. മാത്രമല്ല, ദൈവം നിന്നെ അടിക്കുമെന്ന ശക്തമായ താക്കീതും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അനന്യാസിന് നൽകുന്നുണ്ട്. തുടർന്ന് അവിടെ വലിയ കലഹം തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവബോധമില്ലാത്ത അനന്യാസ് എന്ന ക്രൂരനായ മഹാപുരോഹിതന്റെ ആജ്ഞകൾ ആ സമൂഹത്തെ തന്നെ വഴിതെറ്റിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനിശ്ചിതത്വത്തിലായ മത നേതൃത്വത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവർഷം 69 ഒരു യുദ്ധമുണ്ടാകുകയും അതിൽ ഇദ്ദേഹം റോമ സർക്കാരിന് അനുകൂലിയായിരുന്നതിനാൽ ഈ മഹാപുരോഹിതനായ അനന്യാസിനെ മറ്റ് യഹൂദന്മാർ വധിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ അത് ഉത്തരവാദിത്വത്തോടും കൃത്യതയോടും കൂടെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എത്ര നാൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്നതിലല്ല, മറിച്ച് ദൈവം നൽകിയ അവസരങ്ങൾ എപ്രകാരം നമ്മൾ വിനിയോഗിച്ചു എന്നതാണ് ദൈവം നമ്മിൽ നിന്നും നോക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മഹാപുരോഹിതനായിരുന്ന അനന്യാസിനെ കുറിച്ച് ഈ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ദൈവം നൽകുന്ന ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്തുന്ന വ്യക്തിയായിട്ടും ദൈവഭയമില്ലാത്ത ഒരു വ്യക്തിയായിട്ടും ഞങ്ങൾക്ക് അനന്യാസിനെ കാണുവാനായിട്ട് സാധിച്ചു. എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഓരോ നിമിഷങ്ങളും അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാനും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.